പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ഈ തിരക്കുകൾക്കിടയിലും ഒരു പ്രവാസി എന്ന നിലക്ക് ചില അനുഭവങ്ങൾ നിങ്ങളിലോട്ട് പങ്കുവെക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം, കേരളം വലിയൊരു അതിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കൊക്കെ വികസന അജണ്ട പുറത്തെടുത്തിട്ടുണ്ട്. പതിവില്ലാത്ത വിധം വികസനം പറയുന്നു. ചിലരൊക്കെ പറയുന്നു, ഇതൊരു ചൈനീസ് മോഡൽ നമ്മളിവിടെ കൊണ്ടുവരികയാണെന്നൊക്കെ. ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടോ അല്ല ഇന്ത്യയെക്കാളും കൂടുതൽ അവിടെ മുതലാളിമാരാണോ ഉള്ളത്, മുതലാളിത്തത്തിൻ്റെ വഴിയിലാണോ ചൈന പോകുന്നത്, അതൊരു വേറെ വിഷയം. ചിലർ പറയുന്ന ഇതൊരു പതിവില്ലാത്ത പരിപാടിയാണ്. ഇടയ്ക്കൊക്കെ ഇപ്പോൾ CPM പിണറായിയൊക്കെ ഇടയ്ക്കൊക്കെ വികസനം പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് ലാസ്റ്റിൽ സംസാരിക്കാം. ചിലർ പറയുന്നത് ഇത് ചെകുത്താൻ വേദമോന്നാണ്. നമുക്കൊന്ന് പരിശോധിക്കാം ചരിത്രപരമായിട്ട് വികസനവും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മളൊന്ന് പരിശോധിക്കാം. അങ്ങനെ നമ്മൾ പുറകോട്ട് ഇങ്ങനെ പോകുമ്പോൾ ട്രാക്ടറിനെതിരെ സമരം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ തന്നെ ഒരേ ഒരു പാർട്ടി ഏതാണെന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ട്രാക്ടർ ഇവിടെ ഒരബദ്ധമായിരിക്കും. ATM കാർഡിനെതിരെ സമരം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാ? കമ്പ്യൂട്ടറിനെതിരെ അപാരമായിട്ടുള്ള സമരം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി. ആരെന്ത് തുടങ്ങിയാലും അവിടെ കൊടി കുത്തി അവനെ കുത്തുവാളെടുപ്പിക്കുന്ന ട്രേഡ് യൂണിയനിസം തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഉള്ള പരിപാടികൾ ഒപ്പിച്ചിട്ടുള്ള പാർട്ടി ഏതാണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നോക്കുകൂലി, ഒരു പണിയെടുക്കാതെ നോക്കുകൂലി വാങ്ങി എത്ര ആളെ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നത് ഒന്ന് നന്നായിരിക്കും. നമ്മളെ നാട്ടിലെ കടക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പ്രത്യേകിച്ചും കുറച്ച് വർഷങ്ങളായിട്ട് ആ ഫീൽഡിലുള്ളവർക്ക്, ഈ നേതാക്കന്മാരെ തീറ്റിപ്പോറ്റാനുള്ള ചിലവ് അതിനവർ വേറെ വരുമാനം നീക്കി വെക്കും.